Hello everyone, welcome to BTech MEDC. ഇന്നത്തെ ഈ സെഷനിൽ അനലോഗ് സർക്യൂട്ട്സ് മോഡ്യൂൾ 1 ലോ പാസ് RC സർക്യൂട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അതിൻ്റെ വർക്കിംഗ്, അതിനെങ്ങനെയാണ് ഈ നെയിം കിട്ടിയെന്നുള്ളത്, ഗെയിൻ എക്സ്പ്രഷൻ, ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് സിമുലേഷൻ യൂസിങ് മൾട്ടിസിം, ഇത്രയും കാര്യങ്ങൾ ഈ RC ലോ പാസ് ഫിൽറ്ററിൻ്റെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ലാസ്റ്റ് വീഡിയോയിൽ ഹൈ പാസ് RC സർക്യൂട്ടിൻ്റെ വർക്കിങ്ങും ഡീറ്റെയിൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഒരു സെയിം ഫോർമാറ്റിലാണ് നമ്മൾ ലോ പാസ് RC സർക്യൂട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇക്വേഷൻ യൂസ് ചെയ്ത് പ്ലോട്ട് ചെയ്തിട്ട് ലാസ്റ്റ് മൾട്ടിസിം യൂസ് ചെയ്തത് സിമുലേറ്റ് ചെയ്തും കാണിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. S4EC സ്റ്റുഡൻസിൻ്റെ സിഗ്നൽ സയൻസ് സിസ്റ്റം, അതുപോലെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ, അതിൻ്റെയൊക്കെ വീഡിയോസ് BTech MEDC ചാനലിലുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. ലോ പാസ് RC സർക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് വരുന്നത് RC ആയതുകൊണ്ട് റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ആയിരിക്കും. റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷനിൽ ഇതാണ് ഒരു ലോ പാസ് RC സർക്യൂട്ട്. ഇൻപുട്ട് VI(t), ഔട്ട്പുട്ട് VOT, റെസിസ്റ്റർ R, ഔട്ട്പുട്ടിൽ കപ്പാസിറ്റർ C. അപ്പോൾ ഹൈ പാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ റെസിസ്റ്ററിൻ്റെ കപ്പാസിറ്ററിൻ്റെയും പൊസിഷൻസിന് ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇപ്പം ഇതിൻ്റെ കേസിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് ഞാൻ VR കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് ഞാൻ VC കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് VI(t) കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആവും. ക്ലോസ്ഡ് പാത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് KVL ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം എഴുതാൻ പറ്റും VI(t) ഈക്വൽസ് VC പ്ലസ് VR എന്ന് എഴുതാൻ പറ്റും. അതായത് സിഗ്മ V ഈക്വൽ ടു സിഗ്മ IR. അപ്പോൾ ഇവിടെ ഒരു VI(t) ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കൊരു കറണ്ട് I(t) ഫ്ലോ ചെയ്യും. അപ്പോൾ ബൈ KVL ഇക്വേഷൻ VI(t) ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. VI(t) ഈക്വൽസ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ VR-ഉം ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ VC നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കേസിൽ ഹൈപാസിൻ്റെ കേസിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷനാണ് എടുത്തത്. നെറ്റ്വർക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയും. XC ഈക്വൽ ടു 1/ωc. നമ്മൾ ഒമേഗയ്ക്ക് 2πf കൊടുക്കുമ്പോഴത്തേക്ക് 1/2πfc എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇത് വെച്ചിട്ടായിരുന്നു RC ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് RC ലോ പാസ് ഫിൽറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു, എന്നിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഫസ്റ്റ് നമ്മൾ രണ്ട് കണ്ടീഷൻസ് കൺസിഡർ ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് ലോ. ഇൻപുട്ട് ഫ്രീക്വൻസി ലോ വരുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ XC ഈക്വൽ ടു 1/2πfc ആണ്. ഈ ഫ്രീക്വൻസി നമ്മൾ ലോ ആയിട്ടുള്ള കേസാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസും ഫ്രീക്വൻസിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഫസ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ലോ എന്ന് പറയുമ്പോഴത്തേക്ക് XC വിൽ ബി എന്തായിരിക്കും, വെരി ഹൈ ആയിരിക്കും. കാരണം അത് ഇൻവേഴ്സ് റിലേഷനാണ്. നമ്മൾ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ വാല്യൂ വരുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ സ്മോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ XC എന്ന് വെച്ചാൽ ഹൈ വാല്യൂ ആയിരിക്കും. XCയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ലോ ഫ്രീക്വൻസി കണ്ടീഷനിൽ XC വിൽ ബി വെരി ഹൈ. അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഓൾമോസ്റ്റ് ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. കപ്പാസിറ്റർ ഓൾമോസ്റ്റ് ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. നമ്മളത് ഡീറ്റെയിൽസ് ഹൈ പാസിൻ്റെ കേസിലും പറഞ്ഞതാണ്. ഇവിടെ റിയാക്റ്റൻസ് ഹൈ എന്ന് വരുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് ഹൈ ആണ്, അല്ലെങ്കിൽ ഇംപിഡൻസ് ഹൈ ആണ്. ഇപ്പോൾ എന്ത് വരും? ദ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. നമ്മളുടെ ലോ പാസിൻ്റെ സർക്യൂട്ട് വരുന്നത് റെസിസ്റ്റർ കപ്പാസിറ്റർ ഈ ഒരു ഫോമിലാണ് വരുന്നത്. ദിസ് ഈസ് R, C. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഫ്രീക്വൻസി ലോ വരുന്ന കേസിൽ എന്ത് വരും?
എക്സ് സി ഹൈ ആയിരിക്കും. സോ ദ കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. അപ്പം നമ്മൾ ഇതിന് എങ്ങനെ വരും? ദിസ് ഈസ് ആർ, ദിസ് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഇപ്പം ഇതിൻ്റെ കേസിൽ എങ്ങനെ ആയിരിക്കും? ഇപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് എന്താണ്? ലോ ഫ്രീക്വൻസി ആണ് നമ്മൾ ഫെഡ് ചെയ്യുന്നത്. ഓക്കെ, ലോ ഫ്രീക്വൻസി ആണ് ഫെഡ് ചെയ്യുന്നത്. അപ്പം ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ആ സെയിം ഫ്രീക്വൻസീസ് തന്നെ കിട്ടും വിത്ത് നെഗ്ലിജിബിൾ അറ്റന്യൂവേഷൻ. ഓക്കെ, അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസീസ് ആർ പാസ്ഡ് ബൈ ദിസ് നെറ്റ്വർക്ക്. ഓക്കെ, ദിസ് മീൻസ് ലോ ഫ്രീക്വൻസി വിൽ പാസ് വിത്ത് negligible attenuation. Passed with negligible attenuation. ഓക്കെ, നമ്മളിവിടെ ലോ ഫ്രീക്വൻസീസിൽ എന്താണോ അവിടെ ഫെഡ് ചെയ്യുന്നത് നമുക്ക് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കും? ഇൻപുട്ട് ഫ്രീക്വൻസീസ് ഹൈ വരുന്ന കേസ്. ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് ഹൈ വരുന്ന കേസ്, അപ്പോഴും നമ്മൾ എക്സ് സി ഈക്വൽ ടു 1/2π എഫ് സി ആണ്. ഇപ്പോൾ ഫ്രീക്വൻസി ഇവിടെ കേസിൽ ഹൈ ആണ്. ഫ്രീക്വൻസി ഹൈ വരുമ്പോഴത്തേക്ക് ഇൻവേഴ്സ് റിലേഷൻ വരുമ്പോഴത്തേക്ക് എക്സ് സി എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ കേസിൽ എക്സ് സി ലോ ആയിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? കപ്പാസിറ്റർ വിൽ ഓൾമോസ്റ്റ് ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. കപ്പാസിറ്റർ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. നമ്മൾ ഈ ഫിഗർ വരുമ്പോഴത്തേക്ക് ഇവിടെ റെസിസ്റ്റർ ഔട്ട്പുട്ടിലാണ് ലോ പാസിൻ്റെ കേസിൽ കപ്പാസിറ്റർ വരുന്നത്. ഇവിടെയാണ് കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഹൈ ഫ്രീക്വൻസീസ് ആണ്. ഹൈ ഫ്രീക്വൻസീസിൻ്റെ കേസിൽ റിയാക്റ്റൻസ് ലോ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് റെസിസ്റ്റർ, ദിസ് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? നമ്മളിവിടെ ഫെഡ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസീസ് വിൽ സഫർ വെരി ഹൈ അറ്റന്യൂവേഷൻ ടു റീച്ച് ദ ഔട്ട്പുട്ട്. ഇപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ നമ്മളങ്ങ് ഷോർട്ട് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഫെഡ് ചെയ്യുന്ന എന്താണ്? നമ്മളുടെ ഹൈ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ the high frequency will suffer very high attenuation to reach the ഔട്ട്പുട്ട്. ഈ ഒരു സർക്യൂട്ട് ലോ ഫ്രീക്വൻസീസിന് മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. ഹൈ ഫ്രീക്വൻസീസ് വരുമ്പോഴത്തേക്ക് ദേ വിൽ ബി ഗെറ്റ് അറ്റന്യൂവേറ്റഡ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസീസിന് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് പാസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസീസിന് ഇറ്റ് വിൽ ഗീവ് എ വെരി ഹൈ അറ്റന്യൂവേഷൻ. സോ ഹെൻസ് ദ നെയിം ലോ പാസ് ആർ സി സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ നെയിം വരാനുള്ള റീസൺ. നമ്മളിവിടെ അതിൻ്റെ നെറ്റ്വർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ അതിൻ്റെ വർക്കിംഗ് വെയിലായിരുന്നു ഹൈ പാസ് ആർ സി സർക്യൂട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സെയിം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വർക്കിംഗ് പറയുന്നത്. ലോ ഫ്രീക്വൻസി വരുമ്പോഴത്തേക്ക് റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. റിയാക്റ്റൻസ് ഹൈ വരുമ്പോഴത്തേക്ക് അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഇവിടെ ഔട്ട്പുട്ടിൽ അത് കിട്ടും. അപ്പോൾ അത് ലോ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും. സെക്കൻഡ് കേസിൽ നമ്മൾ ഫ്രീക്വൻസി ഹൈ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് റിയാക്റ്റൻസ് ലോ ആയിരിക്കും. റിയാക്റ്റൻസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം എന്താണ്? ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട്പുട്ടിലാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ടിലാണ് ഇത് ഫെഡ് ചെയ്യുന്നതും. ഈ ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്യുന്നത് ദാറ്റ് വിൽ സഫർ വെരി ഹൈ അറ്റന്യൂവേഷൻ. ഇൻ കേസ് എന്ത് വരത്തുള്ളൂ? ഇപ്പോൾ ഈ ഒരു ലോ പാസ് ഫിൽറ്റർ ലോ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യത്തുള്ളൂ, ഹൈ ഫ്രീക്വൻസീസിനെ അറ്റന്യൂറ്റ് ചെയ്യും. ആൻഡ് ഹെൻസ് ദ നെയിം ലോ പാസ് ആർ സി സർക്യൂട്ട്. ഇതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ നെയിം എങ്ങനെ വന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഗെയിൻ എക്സ്പ്രഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മളൊരു ആർ സി സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. ദിസ് ഈസ് ആർ, ദിസ് ഈസ് സി, കറണ്ട് ഐ ഓഫ് ടി. നമ്മളിപ്പോൾ ഇവിടെ ഒരു സിനുസോയിഡ് സിഗ്നൽ കൊടുക്കാൻ നോക്കുക. ഓക്കെ, ഇൻപുട്ടിൽ നമ്മളൊരു സിനുസോയിഡ് സിഗ്നൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലീനിയർ സർക്യൂട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സിനുസോയിഡൽ ഫോമിലായിരിക്കും. അപ്പോൾ അതിനകത്ത് ഫേസ് ഷിഫ്റ്റ് കാണും. ഓക്കെ, പക്ഷേ ഔട്ട്പുട്ട് സിനുസോയിഡൽ തന്നെ ആയിരിക്കും. ദിസ് ഈസ് അവർ വി ഐ ഓഫ് ടി, ദിസ് ഈസ് വി ഒ ഓഫ് ടി. നോർമലി നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കുന്നത്
ഒരു നെറ്റ്വർക്കിലേക്ക് സിനുസോയിഡൽ സിഗ്നൽ കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ഗെയിന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇതൊരു RC ലോ പാസ് നെറ്റ്വർക്കാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു സിനുസോയിഡ് സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ടും സിനുസോയിഡിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഗെയിനും ഫ്രീക്വൻസി റെസ്പോൺസും ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ കേസിലും നമ്മൾ ഹൈ പാസിൽ ചെയ്ത പോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എസ് ഡൊമെയിൻ അനാലിസിസ് അല്ലെങ്കിൽ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. നെറ്റ്വർക്കിൻ്റെ ടൈം ഡൊമെയിനിൽ നിന്ന് എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ R എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് R തന്നെ ആയിരിക്കും. ദിസ് കപ്പാസിറ്റർ വാല്യൂ എന്ന് പറയുന്നത് 1/CS ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇൻപുട്ട് VI(S), ഔട്ട്പുട്ട് VO(S), കറണ്ട് I(S). അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്ത, ഈ ടൈം ഡൊമെയിൻ നെറ്റ്വർക്കിനെ എസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ R സെയിം ആസ് R ആണ്. C ബിക്കംസ് 1/CS, I(S) കറസ്പോണ്ടിങ് VI(S) VO(S) വരും. ഇനി ഗെയിൻ മീൻസ് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മീൻസ് VO(S) ഡിവൈഡഡ് ബൈ VI(S) ആണ് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ VI(S)ൻ്റെയും VO(S)ൻ്റെയും എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് VI(S)ൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഇൻപുട്ട് സൈഡാണ്, നമ്മൾ KVL ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒറ്റ സോഴ്സേ ഉള്ളൂ ഇൻപുട്ടിൽ. VI(S) ഈക്വൽ ടു എന്ത് വരും, ഡ്രോപ്പ് അക്രോസ് ഈച്ച് കമ്പോണൻറ്റ്. ഇവിടെ റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ളത്. റെസിസ്റ്ററിൻ്റെ അക്രോസ് വരുമ്പോഴത്തേക്ക് R ഇൻറ്റു I(S) പ്ലസ് കപ്പാസിറ്ററിൻ്റെ കേസിൽ 1/CS. ഇപ്പോൾ I(S) എന്ന് വരും. നമ്മളിവിടെ VI(S) ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, VO(S) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഔട്ട്പുട്ടിൽ ഈ ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കേസിൽ എന്ത് വരും, അതിൻ്റെത് 1/CS ഇൻറ്റു I(S) വരും. ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനായിരിക്കും ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ പോർട്ട് ഓപ്പൺ ആണ്. സോ ഇവിടെ VO(S)ഉം നമുക്ക് VI(S)ഉം കിട്ടി. നമ്മൾ എയിം എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് VO(S) ഡിവൈഡഡ് ബൈ VI(S) ഈക്വൽ ടു ഔട്ട്പുട്ട് എന്താ വരുന്നത്, ഈ വാല്യൂ, ദാറ്റ് ഈസ് 1/CS I(S) ഡിവൈഡ് ബൈ, ഇവിടെ I(S) കോമൺ എടുക്കുമ്പോഴത്തേക്ക് R പ്ലസ് 1/CS ഹോൾ ഇൻറ്റു I(S) എന്ന് വരും. ഓക്കെ, ഇവിടെ I(S) ക്യാൻസൽ ചെയ്ത് പോകും. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ വേണ്ടി CS കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടും, ഇതിൻ്റെ ന്യൂമറേറ്റർ 1 ഡിവൈഡ് ബൈ CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് SRC എന്ന് കിട്ടും. പ്ലസ് ഇവിടെ CS കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, നമ്മളുടെ VO(S) ഡിവൈഡ് ബൈ VI(S) എന്ന് പറയുന്നത് 1/1 ഡിവൈഡ് ബൈ 1 പ്ലസ് SRC എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഗെയിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം. ഇപ്പം ഹൈ പാസിൽ ചെയ്ത പോലെ തന്നെ ഇപ്പം നമുക്കിവിടെ A എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടിയത്, 1 ഡിവൈഡ് ബൈ 1 പ്ലസ് SRC എന്ന് കിട്ടി ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ. ഇനി എസിന് നമ്മൾ എന്ത് കൊടുക്കും, jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് jω(RC) എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഒമേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2πf ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് j2πf(RC) എന്ന് കിട്ടും. ഇനി നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി അവിടെ F1 എന്ന് എടുത്തു. ഹൈ പാസിൻ്റെ കേസിൽ ഇവിടെ ഞാൻ F2 എന്ന് എടുക്കുകയാണ്. F2 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2πRC എടുക്കുകയാണ്. ഇവിടെ നമുക്ക് 2πRC ഉണ്ട്. ഇവിടെ ഫ്രീക്വൻസി നമ്മൾ F2 1 ഡിവൈഡ് ബൈ 2πRC എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ത് വരും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു ദിസ്, ഇവിടെ ഒരു F ഉണ്ട്. ഈ 1 ഡിവൈഡ് ബൈ വരുമ്പോഴത്തേക്ക് എന്ത് വരും, ബൈ F2 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ കേസിൽ എയുടെ വാല്യൂ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു F/F2. ഇവിടെ ഏതാണ്ട് ഇതിൻ്റെ കേസിൽ ഈ ഒരു ടേമിനകത്ത് എന്തൊക്കെയുണ്ട്, 2πRC ഉണ്ട്. അപ്പം നമ്മൾ 1/2πRC-നെയാണ് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നത്, F2 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, ബൈ F2 വരും. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ F/F2 എന്ന് വരും.
ഇനി എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമിലർ മെത്തേഡാണ് നമ്മൾ ഹൈ പാസിൻ്റെ കേസിലും ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് സെയിം മെത്തേഡ്സ് ആണ് ചെയ്തത്. നമ്മൾ ഒരു നെറ്റ്വർക്ക് കൺസിഡർ ചെയ്തു, അതിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫ്രീക്വൻസി റെസ്പോൺസ് പറയുമ്പോൾ ഇൻപുട്ട് നമ്മൾ സിനുസോയിഡിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എസിന് ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒമേഗയ്ക്ക് 2πf കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടി. അതിൽ F2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2πRC എന്ന് എടുത്തു. അപ്പം ഇവിടുത്തെ കേസിൽ F/F2 എന്ന് വരും. ഡിനോമിനേറ്ററിലാണ് F2 വരുന്നത്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം 1/x + jy ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/√(x² + y² ആണ്. എക്സ് എന്ന് വെച്ചാൽ റിയൽ ടേം, y എന്ന് വെച്ചാൽ ഇമാജിനറി ടേം ആണ്. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എടുക്കുമ്പോഴത്തേക്ക് 1/√(real²) 1 + ഇമാജിനറി സ്ക്വയർ എന്ന് പറയുമ്പോൾ F/F2² എന്ന് കിട്ടും. ഇതാണ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യണം. ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രീക്വൻസിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കും. നമുക്ക് കിട്ടിയ വാല്യൂ ഗെയിൻ എന്ന് വെച്ചാൽ 1/√(1 + F/F2² ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കേസിൽ ഞാൻ എഫ് വാല്യൂ നമ്മളുടെ ഇൻപുട്ട് കൊടുക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 കൊടുക്കുകയാണ്. ഈ F2 എന്ന് പറയുന്നത് നമ്മളുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനാണ് എന്തെന്ന് പറയുന്നത് 1/2πRC. രണ്ടിൻ്റെ കേസിലും സെയിം ആണ്. നമ്മൾ ഹൈ പാസിൻ്റെ കേസിൽ കട്ട് ഓഫ് ഫ്രീക്വൻസിയെ ലോവർ 3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്, പക്ഷേ ഇത് ലോവർ സൈഡല്ല, ഹയർ സൈഡിലാണ് വരുന്നത്. അതിപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് ഞാൻ ഫ്രീക്വൻസി 0 കൊടുത്തു. അപ്പോൾ ഇവിടെ 0 കൊടുക്കുകയാണ്. അപ്പം എന്ത് വരും? ഇതിൻ്റെ കേസിൽ 1/√(1 + 0) എന്ന് വരും. അപ്പോൾ എന്ത് വരും? മോഡ് എ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 വരും. ഓക്കെ, ഈ എഫിന് നമ്മൾ 0 കൊടുത്തു. അപ്പം എന്ത് കിട്ടി? ഈ മോഡ് എ വാല്യൂ 1 കിട്ടി. ഇനി സെക്കൻഡ് കേസിൽ ഞാൻ എഫിന് ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഇൻഫിനിറ്റി വരും. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടേം ഇൻഫിനിറ്റി ആയി പോവും. അപ്പോൾ 1/∞ എന്ന് വരും. അപ്പം മോഡ് എയുടെ വാല്യൂ എന്ത് വരും? 0 വരും. ഓക്കെ, എന്തുണ്ട്? ഈ ടേമിന് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പം 1/√(1 + ∞) വരും. 1/∞ 0 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഗെയിൻ വാല്യൂ 0 വരും ഇൻഫിനിറ്റി വരുന്ന കേസിൽ. നമ്മൾ തേർഡ് കേസ് എന്താ എടുക്കുന്നത്? നേരത്തെ ചെയ്ത പോലെ തന്നെ F = കട്ട് ഓഫ് ഫ്രീക്വൻസി F2 എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ F2 എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 1/√(1 + ഇവിടെ F2 സെയിം ആസ് F വരുമ്പോഴത്തേക്ക് 1 വരും. 1/√2 വരും. 1/√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.707 വരും. അപ്പം ഈ ഒരു കണ്ടീഷനിൽ മോഡ് എയുടെ വാല്യൂ 0.707 വരും. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ അതിൻ്റെ കേസിലും ഹൈപാസിൻ്റെ കേസിലും ചെയ്തത്. നമ്മൾ ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൻ്റെ കേസിൽ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസാണ് പ്ലോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഫ്രീക്വൻസി, ദിസ് ഈസ് ഗെയിന്, മാഗ്നിറ്റ്യൂഡ്. ഇപ്പം 0 വരുന്ന കേസിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ ഇൻഫിനിറ്റി വരുമ്പോഴത്തേക്ക് 0 പോലെ വരുന്നത്. ഇനി F2 കേസ് വരുമ്പോഴത്തേക്ക് എന്താണ്? 0.707. അപ്പം നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഗ്രാഫ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഈ F2 എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഈ ലോവർ സൈഡിലായിരിക്കത്തില്ല, ഈ ഹയർ സൈഡിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? കോൾഡ് ആസ് അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. നമ്മളിവിടെ ഈ ഡിഫറൻറ്റ് ഫ്രീക്വൻസി വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് F2 ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. F2 എന്ന് പറയുന്നത് നമ്മളുടെ ആ ഹോൾ ഫ്രീക്വൻസി റേഞ്ച് എടുക്കുമ്പോഴത്തേക്ക് അപ്പർ പോർഷനാണ്, മറ്റേതിൻ്റെ കേസിൽ ലോവർ പോർഷനാണ് വരുന്നത്. അതാണ് രണ്ടിൻ്റെയും നെയിമിനുള്ള ഡിഫറൻസ്. ഇക്വേഷൻസ് സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് dBയിൽ, ഓക്കെ, ഗെയിൻ dBയിൽ ഉള്ള സ്കെച്ച് ചെയ്യുകയാണ്. ഗെയിൻ ഇൻ dB. ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഇൻ dB ആണ്. ഓക്കെ, ഇൻ dB. ഇനി ഇവിടെ ഗെയിൻ ഇൻ dB ആണ്. ഇവിടെ 20 log മോഡ് എ ടു ദ ബേസ് 10 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് 20 log 1 കൊടുക്കുകയാണ്. ഓക്കെ, 20 log 1 കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 0 വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ 0 dB എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് കൊടുക്കുക? 20 log നമ്മളുടെ ഈ വാല്യൂ 0.707 കൊടുക്കുക. അപ്പോൾ -3 dB കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ -3 dB
അപ്പോൾ അതിനെ സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലോ പാസിൻ്റെ ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ഫിഗർ വരുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ വരുന്നത് ഏത് ഭാഗത്തായിരിക്കും? ഈ F2 എന്ന് പറയുന്നത് നമ്മളുടെ ഹയർ ഫ്രീക്വൻസി സൈഡാണ്. ഓക്കെ, ഈ ഒരു ഫ്രീക്വൻസി നമ്മൾ ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പർ -3 dB ഫ്രീക്വൻസി എന്ന് പറയാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് മൾട്ടി സിമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് സിമുലേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ഈ ഒരു ഫോമിലാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ലോ ഫ്രീക്വൻസീസിൽ എന്ത് ചെയ്യും? ആ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും. ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് അറ്റന്യൂറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഏത് ഫ്രീക്വൻസീസിനെയാണോ അത് പാസ് ചെയ്യുന്നത്? അപ്പോൾ ലോ ഫ്രീക്വൻസീസിനെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ലോ പാസ് ഫിൽറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലോ പാസ് RC സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ അതിൻ്റെ നെയിം എങ്ങനെ വന്നെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഗെയിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് 3 മാർക്സ് ചോദിക്കാവുന്നതാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ലോ പാസ് RC ലോ പാസ് ഫിൽറ്റർ, അല്ലെങ്കിൽ ഫൈൻഡ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഗെയിൻ ഓഫ് RC ലോ പാസ് ഫിൽറ്റർ, then plot the frequency response of RC low pass filter. ഇതെല്ലാം എക്സാംസിന് ചോദിക്കാവുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് 2 സ്കെയിലിലും dBയിലും നമ്മൾ സ്കെച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ കേസിൽ F2 എന്ന് പറയുന്നതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ഈ ഹയർ സൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയും. ഇനി ഇതൊന്ന് സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. മൾട്ടി സിമ്മിൽ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററാണ്. കണ്ട, ഇൻപുട്ട് സൈഡിൽ റെസിസ്റ്ററും ഔട്ട്പുട്ട് സൈഡിൽ കപ്പാസിറ്ററും. നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സൈൻ വേവ് ഫോം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഒരു CRO ഉണ്ട്. നമ്മൾ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പ്ലോട്ട് ചെയ്തില്ല, അതുപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ്. ഇപ്പോൾ ഡിഫറൻസ് വരുന്നത് ഈ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും പൊസിഷനിലേ ഉള്ളൂ. ലോ പാസ് വരുമ്പോഴത്തേക്കും ഈ ഒരു പൊസിഷനിലാണ് R1 വരുന്നത്, ഔട്ട്പുട്ടിലാണ് C1 വരുന്നത്. ഇപ്പം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സിമുലേറ്റ് ഓപ്ഷൻ ഉണ്ട്. അനലൈസ് ആൻഡ് സിമുലേഷൻ കൊടുക്കുക. അതിൻ്റെ കേസിൽ ഫ്രീക്വൻസി സ്റ്റാർട്ട് ഫ്രീക്വൻസി 100 Hz, സ്റ്റോപ്പ് ഫ്രീക്വൻസി 10 MHz കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് V2 ആണ്, കപ്പാസിറ്റർ അക്രോസ് ആണ് വരുന്നത്. റൺ കൊടുക്കാം. നമുക്ക് നേരത്തെ വരച്ച പോലത്തുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടും. ഇതൊരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലോ ഫ്രീക്വൻസീസ് അത് പാസ് ചെയ്യും. ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അറ്റന്യൂറ്റ് ചെയ്ത് പോവാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്, ഫേസ് റെസ്പോൺസ് ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഗെയിൻ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് കൊടുത്തിട്ട് നമ്മൾ സ്കെച്ച് ചെയ്തപ്പോൾ ഈ ഒരു ഫോമിലാണ് വന്നത്. അപ്പോൾ ആക്ച്വൽ സിമുലേഷനിൽ അത് കാണിച്ചതേ ഉള്ളൂ. ഈ ഒരു പ്ലോട്ടാണ് നമ്മൾ ആ സിമുലേഷനിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. BTech MEDC.